പന്തളം NSS പോളിടെക്നിക് കോളേജിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമമെന്ന് SFI. റിട്ടേണിംഗ് ഓഫീസറുടെ സംഘപരിവാർ അനുകൂല നിലപാട് തിരുത്തണമെന്നും SFI പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായപ്പോൾ SFI 4 സീറ്റിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടെയാണ് റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നതെന്ന് SFI പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KS അമൽ ആരോപിച്ചു. ക്ലാസ്സിൽ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് വോട്ടെണ്ണി തിട്ടപ്പെടുത്തുന്നതിന് പകരം വോട്ട് ചെയ്ത മുഴുവൻ വിദ്യാർത്ഥികളെയും ക്യാമ്പസുകളിൽ നിന്ന് പുറത്തിറങ്ങുക. അതിനുശേഷം 1:45 വരെ ഈ ബാലറ്റ് ബോക്സുകൾ മുഴുവൻ ROയുടെ കസ്റ്റഡിയിൽ ഈ ബാലറ്റ് ബോക്സുകൾ മുഴുവൻ സൂക്ഷിക്കുക. അതിനുശേഷം ഒരു വിദ്യാർത്ഥി പ്രതിനിധി നിന്നുകൊണ്ട് ഈ വോട്ടുകളെല്ലാം എണ്ണാൻ വേണ്ടി എണ്ണിത്തിട്ടപ്പെടുത്താൻ നിൽക്കുക. അതിനുശേഷം ജയിച്ച വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി മെയിൻ പാനലിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നാണ് ഇതിനോടകം വെച്ചേക്കുന്ന നോംസ്. ആദ്യഘട്ടത്തിൽ തന്നെ അവിടുത്തെ SFIയുടെ യൂണിറ്റ് കമ്മിറ്റി ഇതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. നമ്മൾ ഇതിനോട് അനുബന്ധിച്ച് ഇന്റർപോളിയുടെ ഡയറക്ടറേറ്റിനടക്കം ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. നിലവിൽ നിയമസഹായവും മറ്റൊരു വഴി കൂടെ തേടുന്നുണ്ട്. RSSൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകൻ അല്ലെങ്കിൽ അതിൻ്റെ നേതാവായി നിൽക്കുന്ന ഒരു രാജേന്ദ്രനാണ് ഈ പോളിടെക്നിക്കിൻ്റെ റിട്ടേണിംഗ് ഓഫീസറിൻ്റെ ചുമതല വഹിക്കുന്നത്. ജില്ലയിലെ ബഹുഭൂരിപക്ഷം ക്യാമ്പസുകളിലും SFI മിന്നും വിജയമാണ് നേടിയത്. ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറി നീക്കമെന്നും SFI ജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തി. കൈരളി ന്യൂസ്, പത്തനംതിട്ട.